ജയേഷേ, ഈ കേസിൽ നവാസിന്റെ സംശയം ശരിയായിരിക്കും തെറ്റായിരിക്കും? ഓരോരുത്തർക്കും ഓരോരോ സംശയങ്ങളല്ലേ സാറേ. ചിലത് തെറ്റായിരിക്കും, ചിലത് ശരിയായിരിക്കും. അതിനെങ്കിലല്ലേ തെളിയിക്കേണ്ടത്. ശരിയാടാ, ഞങ്ങൾ ഈ പോലീസുകാർക്ക് സാധാരണക്കാർക്കില്ല, സംശയത്തിന് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിനക്ക് ഞങ്ങളെക്കാൾ വലിയ സംശയം അതെന്താടാ? എന്തായി ഗോപ? സാറേ കാണാമോ? ആ, ഒരു മിനിറ്റ്. സാറേ, ഞങ്ങളിപ്പോൾ ഉള്ളതേ പത്രക്കാരൻ സുരേന്ദ്രന്റെ വീട്ടിനടുത്തുള്ള ഒരു അമ്പലത്തിലാ. ആ സാറ് പറഞ്ഞ പോലെ 3 ബൈക്കിനെ പടം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പാഷൻ പ്രോ പോലത്തെ ഒരു വണ്ടിയാന്നാ പറഞ്ഞത്. അയാളോട് ഉണ്ട് കൊടുക്കാം. സാർ ലൈനിലോട്ട് സംസാരിക്കും. നമസ്കാരം സാറേ. എടോ, കൊലപാതകം നടന്ന ദിവസം താൻ അവിടെ ചെന്നപ്പോൾ ഒരു ബൈക്ക് കണ്ടു എന്ന് പറഞ്ഞില്ലേ? അതൊന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞേ. അന്ന് ഞാൻ പത്രത്തിൻ്റെ പൈസ സുമ തരാനുള്ളത് കൊണ്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്നിട്ട് ഞാനൊരു 4 പ്രാവശ്യം കോളിംഗ് ബെല്ലടിച്ചു. എന്നിട്ട് അനക്കൊന്നും കണ്ടില്ല. കഥ കാണുന്നുണ്ടെങ്കിൽ അടച്ചു വിട്ടിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നത് ശ്രദ്ധിച്ചത്. പിന്നെ പടിയിലൊരു ചെരുപ്പുണ്ടായിരുന്നു. ആണുങ്ങളുടെ ചെരുപ്പായിരുന്നു അത്. എന്നിട്ട് ഞങ്ങൾ നാട്ടിൻപുറത്തുകാരായിരുന്നുകൊണ്ട് ഈ ചെറിയൊരു സംശയം ഏത് ഞാൻ അവിടെയൊക്കെ ഒന്ന് നോക്കി. പക്ഷെ ആളനക്കൊന്നും കണ്ടില്ല. അങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങ് വന്നു. അവിടെ കിടന്നു എന്ന് പറയുന്ന ചെരുപ്പില്ലേ, അതെങ്ങനെയുള്ളായിരുന്നു? അത് ഈ പുറകില് വള്ളിയൊക്കെ ഉള്ള ആണുങ്ങൾ ഇടുന്ന ചെരുപ്പില്ലേ സാറേ, വലിച്ചൊട്ടിക്കുന്നേ. പിന്നെ അവിടെ കണ്ട ബൈക്കിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? അതൊരു കറുത്ത കളറിന്റെ ബൈക്കാ സാറേ. ഇപ്പൊ ഈ ഗോപ സാറ് കാണിച്ച ബൈക്കില്ലേ, ഏതാണ്ട് അങ്ങനെയുള്ളൊരു ബൈക്കാ സാറേ. എങ്ങനെയെങ്കിലും ഈ പ്രതിയെ പിടിക്കണം സാറേ. ഞങ്ങൾ ഈ നാട്ടുകാരാണ് ഇതിനകത്ത് കിടന്ന് ബുദ്ധിമുട്ടുന്നത് ഈ പോലീസുകാരെ കൊണ്ട്. ഞാനീ ആ ദിവസം പത്രത്തിന്റെ പൈസ വാങ്ങാൻ ആ സമയത്ത് പോയി എന്നുള്ളതാണ് എന്റെ മേലുള്ള സംശയം സാറേ. എങ്ങനെയെങ്കിലും അവനെ പിടിക്കണം സാറേ. ആളെയൊക്കെ നമുക്കറിയാം. ശരി സാറേ. പത്രക്കാരൻ സുരേന്ദ്രൻ കണ്ട ഒരു ബാക്ക് സ്ട്രാപ്പ് ചെരുപ്പും ഒരു ബ്ലാക്ക് പാഷൻ പ്രോ ബൈക്കുമാണ്. നിന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുമ്പോൾ നീ വീട്ടും കയറി വരികയാണ് ഇവിടെ. അതെന്താ സാറേ? നമ്മനെ ഈ പെട്ടെന്ന് തോന്നുമ്പോൾ ബുദ്ധിയുള്ളവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? സത്യം പറഞ്ഞ് അങ്ങ് രക്ഷപ്പെടാൻ നോക്കും. നീ അധികം ബലം പിടിക്കണ്ട. ഞാനങ്ങനെ പറ്റൂന്നാണ് സാർ ഈ പറയുന്നത്. നാട്ടിൽ എത്രയോ ആൾക്കാർക്ക് കറുത്ത ബൈക്കും ബാക്ക് സ്ട്രാപ്പ് ചെരുപ്പുമുണ്ട്. അതൊക്കെ എനിക്കുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ കൊലക്കുറ്റം ഏറ്റെടുക്കണം? നമ്മുടെ മടിയിൽ കനമുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമുള്ളൂ. കനവില്ലേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കനമുണ്ടെങ്കിൽ സാറേ ഫുഡ് ഉണ്ടോടാ? എന്തൊക്കെയാണ്? പൊറോട്ടയും മട്ടൻ ബിരിയാണി. ഇത് വള്ളിക്കേസാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഐഡിയ ഞാൻ വിളിക്കാം. നീ കഴിക്കുന്നില്ലേ? സാർ ഞാൻ വാങ്ങിയിട്ടുണ്ട്, പിന്നെ കഴിച്ചോളാം. നീ ഞങ്ങളോട് വന്നിട്ട് കഴിക്കടാ. അല്ല സാറേ, പുറത്തുനിന്ന് കഴിച്ചോളാം. എന്നാ ശരി.